ഓക്കെ, നമുക്ക് എന്നാൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ സർ. ജസ്ല മാം ഓക്കെ അല്ലേ? ജസ്ലാ മാം ഒരു ട്രാവലിംഗ് ഉണ്ട്, അപ്പോൾ ഒന്ന് അത്യാവശ്യമായിട്ട് പോയിട്ടുണ്ട്. നമ്മളോട് ക്യാരി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Okay, okay. Okay, then I'm going to start a brief overview of the internship. ഇന്റേൺഷിപ്പിനെ കുറിച്ചുള്ള ചെറിയ ഒരു ഓവർവ്യൂ ആണ് ഈ ഒരു സെക്ഷനിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇന്റേൺഷിപ്പ് വളരെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ്. MAPC സൈക്കോളജി MA കോഴ്സിൻ്റെ ഇഗ്നോ നടത്തുന്ന സൈക്കോളജി MA കോഴ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഓവർവ്യൂ മാത്രമാണ് ഈ ക്ലാസ്സിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചൊരു ബിസി ആയത് കാരണം പവർ പോയിൻ്റ് സ്ലൈഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നിങ്ങൾ പെട്ടെന്ന് സൂമിലേക്ക് മാറ്റിയത് കൊണ്ട് ഇതിൽ സ്ലൈഡ് പിന്നെ ചെയ്യാനും പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ബ്രീഫ് ഓവർവ്യൂ തരാം. പിന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്, ഇതിൽ 2 പാർട്ടായിട്ടാണ് ഈ ക്ലാസ് നമുക്ക് പിന്നെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒന്ന്, ഇതിൻ്റെ ഫസ്റ്റ് പ്രിലിമിനറി സെഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഇന്റേൺഷിപ്പ് ആൻഡ് വാട്ട് ആർ ദി പ്രോസസ് വി ആർ ഗോയിങ് ടു ഡു ആസ് എ പാർട്ട് ഓഫ് ഇന്റേൺഷിപ്പ്. അതാണ് നമുക്കതിൽ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, പിന്നെ എന്താണ് ഇന്റേൺഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ്, പിന്നെ എന്താണ് പ്രൊസീജിയർ, എന്താണ്, പിന്നെ അത് എങ്ങനെ നമുക്ക് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് എന്തൊക്കെ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു, അതൊന്നും മനസ്സിലാക്കുകയാണ് വേണ്ടിയത്. പിന്നെ അതിൻ്റെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുന്നിടത്തിലും അതേപോലെ തന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ കേസ് സ്റ്റഡിയിൽ ചെയ്യുന്നത്. കേസ് സ്റ്റഡിയാണ് നമ്മൾ ചെയ്യുന്നത്. കേസ് സ്റ്റഡി വൺ അമംഗ് ദി മെത്തേഡ് ഓഫ് സൈക്കോളജി, ഒരു റിസർച്ച് മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറഞ്ഞാൽ. നമ്മൾ വേരിയസ് അതർ മെത്തേഡ്സ് ആൾസോ വി ആർ ഡെൽറ്റ് വിത്ത് വേരിയസ് അതർ മെത്തേഡ്സ് ലൈക്ക് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, സർവേ മെത്തേഡ്, ദെൻ ഇങ്ങനെ പല മെത്തേഡ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഒരു എക്സിസ്റ്റിംഗ് സിറ്റുവേഷന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള സയന്റിഫിക് വേ ആണ് മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സയന്റിഫിക് വേ തന്നെ ഫോളോ ചെയ്തിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴാണ് അത് സയന്റിഫിക് മെത്തേഡ്, അത് സയന്റിഫിക് സൊല്യൂഷൻ ആവുന്നുള്ളൂ. നമുക്ക് വേറെ രണ്ട് രീതികളാണുള്ളത്. ഒന്ന് ട്രഡീഷണൽ മെത്തേഡ്, ഒന്ന് സയന്റിഫിക് മെത്തേഡ്. ഈ സയന്റിഫിക് മെത്തേഡാണ് നമ്മൾ സൈക്കോളജിയിൽ മെത്തേഡ്സ് ഇൻ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നത്. ഒരു കാര്യം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സയന്റിഫിക് മെത്തേഡാണ് സയന്റിഫിക് മെത്തേഡ്. നമ്മൾ ഉപയോഗിക്കുന്ന രീതികളാണ് മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ട്രഡീഷണൽ മെത്തേഡ് അൺസയന്റിഫിക് ആണ്. സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് അത് സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ഹലോ ഹലോ, ഓക്കെ ഇപ്പൊ സർ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല. കേൾക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാനൊരു 5 മിനിറ്റ്സ് നേരം അതിന്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് പറഞ്ഞു. കേട്ടിട്ടുണ്ടായിരുന്നു. കേട്ടായിരുന്നു. അത് മ്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര നോയ്സ് വരുന്നു. അതുകൊണ്ട് ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടുന്നല്ല നോയ്സ് വരുന്നത്, വേറെ ഇവിടെ ആരോ മ്യൂട്ട് ചെയ്തിട്ടില്ല, അത് കാരണം. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അധികം ടൈം ഇല്ല, അത് കാരണം നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പം ഈ സയന്റിഫിക് മെത്തേഡും നോൺ സയന്റിഫിക് മെത്തേഡും ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡ് എന്നാണ് നോൺ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയാം. സാധാരണഗതിയിൽ നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ നോൺ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് ബിഫോർ ദി പീരീഡ് ഓഫ് ഫ്രാൻസിസ് ബേക്കൺ. ഫ്രാൻസിസ് ബേക്കൺ ആണ് ഇത് സയന്റിഫിക് മെത്തേഡിന്റെ ഒരു ഉപജ്ഞാതാവായിട്ട് പറയുന്നത്, ഇൻട്രൊഡ്യൂസ്
യൂസിങ് സയൻറ്റിഫിക് മെത്തേഡ് ഇൻ സൈക്കോളജി. അപ്പോൾ അതിന് ശേഷമുള്ളതാണ് സയൻറ്റിഫിക്, അതിന് ശേഷമുള്ള അതിന് ശേഷമാണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ നമ്മൾ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, സർവേ മെത്തേഡ്, ദെൻ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്, ദെൻ എക്സ്പോസ്റ്റ് ഫാക്ടോ മെത്തേഡ്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, ദെൻ അതിലൊരു മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ, അതായത് ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഉള്ള അതിനെക്കുറിച്ച് ഇൻഡെപ്ത് സ്റ്റഡി നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് കേസ് സ്റ്റഡി. ഈ കേസ് സ്റ്റഡിയാണ് നമ്മൾ ഇൻറ്റേൺഷിപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്, ഒരു ടെക്നിക് എന്ന് പറയുന്ന കേസ് സ്റ്റഡിയാണ് ഇൻറ്റേൺഷിപ്പിൽ നമ്മൾ മനസ്സിലാക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കലാണ്. രണ്ടാമത്തെ ഭാഗം ഈ കേസ് സ്റ്റഡി എന്താണെന്നും കേസ് സ്റ്റഡിയിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൂൾസ് എന്തൊക്കെയാണെന്നും, കേസ് സ്റ്റഡിയിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൂൾസ് യൂസ് ചെയ്യും, അതെന്തൊക്കെയാണെന്നും, പിന്നെ കേസ് സ്റ്റഡിയിലൂടെ നമുക്ക് കിട്ടുന്ന പ്രോബ്ലംസ് അത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യും, അതിനെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തും എന്നിത്യാദി കാര്യങ്ങളാണ് രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത്. ഈ രണ്ടാമത്തെ സെക്ഷൻ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. ഫസ്റ്റ് സെക്ഷൻ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ ഒരു 1 hour ഡ്യൂറേഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻറ്റേൺഷിപ്പിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ മാത്രമാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സെക്ഷൻ കുറച്ചുകൂടി ഒരു പിന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്. അതേപോലെ കുറച്ചുകൂടിയും ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ്. അതായത് സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ഡീവിയേഷൻസ് ഇൻ സൈക്കോളജി ഓർ സൈക്കോ പാത്തോളജി ഓർ പ്രോബ്ലംസ് ഇൻ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് പ്രോബ്ലംസിനെ കുറിച്ച് പിന്നെ എന്താണ് ഒരു ഗോത്രൂ നടത്തുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും കാര്യങ്ങൾ നമ്മൾ അറിയുന്നുള്ളൂ. അതായത് ഇപ്പോൾ ICD ആൻഡ് ICD ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡേഴ്സ്, അതിൽ പറഞ്ഞിട്ടുള്ള കുറേ ഡിസോർഡേഴ്സ് ഉണ്ട്. ആ ഡിസോർഡേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ചെറുതായിട്ടൊരു പിന്നെ എന്താണ് അവയർനെസ് ഉണ്ടാവണം. ആ ഡിസോർഡർ എങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നു, എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ആ ഡിസോർഡറിൻ്റെ സൊല്യൂഷൻ എങ്ങനെ നമ്മൾ കണ്ടെത്തുന്നു, ആ ഡിസോർഡർ എങ്ങനെ നോർമലൈസ് ചെയ്യാൻ കഴിയും. ഇതാണ് രണ്ടാമത്തെ സെക്ഷനിൽ. ഈ ഒരു കാര്യം അറിയാതെ നമുക്കൊരിക്കലും കേസ് സ്റ്റഡി ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളടുത്ത് വരുന്ന കേസ് ഡിഫറെൻ്റ് ആയിരിക്കും. ആ കേസ് പ്രോപ്പറായിട്ട് കേസാണെന്ന് മനസ്സിലാക്കാനും, അതേത് കേസാണെന്ന് മനസ്സിലാക്കാനും, അതേത് കാറ്റഗറി പെടുന്നു എന്ന് മനസ്സിലാക്കാനും, അതിനെത്ര ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും കഴിയണം. അത് കഴിയണമെങ്കിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയസ് സൈക്കോളജിക്കൽ പ്രോബ്ലത്തെക്കുറിച്ച് വളരെ പിന്നെ എന്താണ് ഒരു നോളജ് അക്വയർ ചെയ്യണം. അപ്പോൾ അതാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഫസ്റ്റ് ഈ ഇൻറ്റേൺഷിപ്പിനെ കുറിച്ചുള്ള ഓവർവ്യൂ പറയുമ്പോൾ, ഇൻറ്റേൺഷിപ്പിന് നിങ്ങൾക്കൊരു ഹാൻഡ് ബുക്ക് ഉണ്ട്. ആ ഹാൻഡ് ബുക്കിൽ ഇൻറ്റേൺഷിപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഹാൻഡ് ബുക്കിൽ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ഹാൻഡ് ബുക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. പേജ് നമ്പർ 4-ലാണുള്ളത്. പേജ് നമ്പർ 4-ൽ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ആ ഫ്ലോ ചാർട്ട് അനുസരിച്ചാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടത്. ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ നോളജ്, നമ്മൾ തിയറിയിൽ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇത് പ്രാക്ടിക്കലായിട്ട് പ്രയോഗിക്കാൻ നമ്മൾക്ക് സ്കിൽ അക്വയർ ചെയ്യുക എന്നതാണ് ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പം സൈക്കോളജിക്കൽ ഡീവിയേഷൻസ്, അതുപോലെ തന്നെ കേസ് സ്റ്റഡി മെത്തേഡ്, ഇതൊക്കെ തിയറിയിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇത് പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ പ്രയോഗിക്കാൻ കഴിയണം. അതിന് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അക്വയർ ചെയ്യുക എന്നതാണ് ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇപ്പം നമ്മളൊരു ക്ലിനിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ ഒരു ക്ലിനിക്കൽ സിറ്റുവേഷനിൽ ഒരു ഡയഗ്നോസിങ് എ പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷൻ, ഒരു തെറാപ്പി സെഷൻ, ഒരു പിന്നെ നോർമലൈസേഷൻ തെറാപ്പി സെഷൻ, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അത് പൂർണ്ണമായിട്ടും അതിലൂടെ അതിൽ നമ്മൾ അത് പ്രവൃത്തി പദത്തിൽ, അതായത് പ്രാക്ടിക്കലായിട്ട് അത് ചെയ്ത് ഉള്ള ഒരു സ്കിൽ അക്വയർ ചെയ്യുക എന്നതാണ് പ്രധാനമായിട്ടും ഇൻറ്റേൺഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ നോളജ് അക്വയർ ചെയ്യുക, തിയററ്റിക്കൽ നോളജ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് പ്രാക്ടിക്കൽ നോളജ് അക്വയർ ചെയ്യുക എന്നതാണ് ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് കോംപ്രിഹെൻസീവ് ട്രെയിനിങ് അക്വയർ ചെയ്യുക, അതുപോലെ ഡെവലപ്പ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് ഫോർ
conducting case studies among psychologically deviated persons or group and develop professional competence. പ്രൊഫഷണൽ കോമ്പറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൗൺസിലർക്ക് ഏത് മേഖലയിലും പ്രൊഫഷണൽ കോമ്പറ്റൻസ് അക്വയർ ചെയ്യണം. ഒരു കൗൺസിലർക്കാണെങ്കിലും ഒരു ക്ലിനീഷ്യൻ ആണെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനാണെങ്കിലും ഒക്കെ പ്രൊഫഷണൽ നോളജ് അക്വയർ ചെയ്യണം. ആ പ്രൊഫഷണൽ നോളജ് അക്വയർ ചെയ്യുക എന്നതും ഈ ഒരു ഇന്റേൺഷിപ്പിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സുകളാണുള്ളത്. കോംപ്രിഹെൻസീവ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്പ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് ഫോർ കണ്ടക്ടിങ് കേസ് സ്റ്റഡീസ് ആൻഡ് ഡെവലപ്പ് പ്രൊഫഷണൽ കോമ്പറ്റൻസ്. ഈ 3 ഒബ്ജക്റ്റീവ്സാണ് പ്രധാനമായിട്ടും ഈ ഇന്റേൺഷിപ്പിനുള്ളത്. അപ്പം ഈ ഇന്റേൺഷിപ്പ് എങ്ങനെയാണ് ചെയ്യുക എന്നതാണ് അടുത്തൊരു ചോദ്യം. എങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിന് ഇതിലൊരു പേജ് നമ്പർ 4 ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലോ ചാർട്ട് പിന്നെ അതനുസരിച്ചുള്ള പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഫ്ലോ ചാർട്ടിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും 1 by 1 ആയിട്ട് ആണ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത് കൊടുത്തത് റീഡിങ് ദി ഹാൻഡ് ബുക്ക്, റീഡിങ് ദി ഇന്റേൺഷിപ്പ് ഹാൻഡ് ബുക്കാണ്. ഈ ഹാൻഡ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഈ ഹാൻഡ് ബുക്കിൽ എല്ലാ കാര്യങ്ങളുണ്ട്. പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പിന് കുറേ അതിൻ്റെ ഗൈഡൻസ് ഒക്കെ ചെയ്തപ്പം ഇന്റേൺഷിപ്പിൻ്റെ ഒരു ABCD അറിയാതെയാണ് പലരും ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. എന്താണ് ചെയ്യേണ്ടത്, എന്ത് കാര്യമാണ് നമ്മൾ ഇന്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ടെക്നിക്സുകളാണ് യൂസ് ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് ധാരണ പലർക്കും ഇല്ലാതെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് ഉണ്ടാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ അതിന്റെ ഹലോ അപ്പൊ അത് ഈ ഒരു ഇന്റേൺഷിപ്പ് ഹാൻഡ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഇന്റേൺഷിപ്പ് ഹാൻഡ് ബുക്ക് ഒരു പ്രാക്ടിക്കൽ മാനുവലാണ്. ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു മാനുവലാണ്. എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ഈ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഗ്രൂപ്പിൽ ആരോ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനുള്ള ഒരു സാവകാശം കിട്ടാഞ്ഞിട്ടാണ്. അപ്പോൾ അതിൽ റീഡിങ് ദി ഇന്റേൺഷിപ്പ് ഹാൻഡ് ബുക്ക് നിങ്ങൾക്കൊന്ന് നോക്കിയാൽ കാണാം. ദെൻ ഡെവലപ്പിംഗ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സബ്ജക്റ്റ് ഏരിയ വെദർ ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി ഓർ ഇൻഡസ്ട്രി. 3 ഇലക്റ്റീവ്സ് ആണ് നമ്മളുടെ ഈ ഒരു കോഴ്സിനുള്ളത്. ഏതൊക്കെയാ? കൗൺസിലിംഗ് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, ഓർഗനൈസേഷൻ സൈക്കോളജി. അപ്പോൾ ഇതിന് 3നും വ്യത്യസ്ത രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിയിലുള്ളവർ ചെയ്യുന്നത് പോലെ പൂർണ്ണമായിട്ടും അതുപോലെയല്ല കൗൺസിലിംഗ് സൈക്കോളജി എടുത്തവർ ചെയ്യുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിൽ അതിൻ്റെ മെത്തേഡ്സിനും ടെക്നിക്സൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മളുടെ സബ്ജക്റ്റ് സ്പെഷ്യലൈസ്ഡ് ഏരിയ ഏതാണെന്ന് തീരുമാനിക്കണം. അതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യുന്നവർ ക്ലിനിക്കൽ ഓറിയൻറ്റഡ് കേസസ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ ക്ലിനിക്കൽ പ്രോസസ്സ് എടുക്കുന്നുണ്ട്, ക്ലിനിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ലിനിക്കൽ ആയിട്ടുള്ള കേസസ് ആണ് അവർ എടുക്കുന്നത്. അതുപോലെ കൗൺസിലിംഗ് സെഷനിൽ പിന്നെ എന്താണ് കൂടുതലായിട്ടും അവർ ചെയ്യുന്ന കൗൺസിലിംഗ് സെഷൻസ് ആണ്. കൗൺസിലിംഗ് സൈക്കോളജി എടുത്തവർ. ഇൻഡസ്ട്രിയൽ സൈക്കോളജി എടുത്തവർ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റിനെ കുറിച്ചുള്ള ഇൻഡെപ്ത് സ്റ്റഡിയാണ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ വേണം. പിന്നെ 3ാമത്തെ സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ള സെലക്ഷൻ ഓഫ് ഏജൻസി ക്രൈറ്റീരിയ ഗിവൺ ഇൻ പേജ് നമ്പർ 6. 3ാമത്തെ ഒരു സ്റ്റെപ്പ്, 3ാമത്തെ ഫേസ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ഏജൻസി. ഇത് നമ്മൾ ഇപ്പം ഇഗ്നോ ആണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ സ്റ്റിപ്പുലേഷൻസും റെഗുലേഷൻസും ഒക്കെ ഇഗ്നോ തന്നെ പിന്നെ നിർണയിച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ റീജിയണൽ ആയിട്ടുള്ള, അതായത് നമ്മളുടെ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു കൗൺസിലിംഗ് സെൻറ്റർ അല്ലെങ്കിൽ ക്ലിനിക്കൽ കേസസ് കൈകാര്യം ചെയ്യുന്ന ഒരു പ്ലേസ്, ഇങ്ങനെയുള്ള പ്ലേസിൽ നിന്നാണ് നമ്മൾ ഈ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട സ്ഥലത്തെക്കുറിച്ച്, എവിടുന്ന് ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു മാർഗനിർദ്ദേശം ഈ ഇന്റേൺഷിപ്പ് ഹാൻഡ് ബുക്ക് തന്നെ പേജ് നമ്പർ 6 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേജ് നമ്പർ 6 നോക്കിയാൽ നമുക്കറിയും ക്ലിനിക്കൽ സൈക്കോളജി എടുത്തവർ, അതുപോലെ കൗൺസിലിംഗ് സൈക്കോളജി എടുത്തവർ, ഇവർക്കൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റിയ ഓർഗനൈസേഷൻസ് ഏതാണെന്ന് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ നമുക്കതിൽ നിന്ന് കിട്ടും അല്ലേ. അപ്പം ക്ലിനിക്കൽ സൈക്കോളജി എടുത്തവർക്ക് ഇന്ന ഓർഗനൈസേഷൻ ചെയ്യാൻ പറ്റും. അത് ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ധാരാളം കേസസ് ഉള്ള
ഒരു പിന്നെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടത്. ഏറ്റവും ആപ്റ്റായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജി എടുത്തവർക്ക് അതുപോലെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജി എടുത്തവർക്കും ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ പ്രവർത്തിക്കുന്ന സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സെൻറ്റർ എന്ന് പറയുന്നത്. അല്ലേ? ഇപ്പം നാട്ടിൽ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസുകളുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റൽസുകളുണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസുകളുണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സുകളുണ്ട്. ഇപ്പോൾ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് എന്തുണ്ട്, ഈ കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ് ഉണ്ട്. അതായത് ഓരോ സ്ഥലത്തും അതിൻ്റെ ബ്രാഞ്ചസുകളെ പോലെ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ് ഉണ്ട്. ഇവിടെയൊക്കെ ഈ സൈക്കോളജി സെൻറ്റേഴ്സ് അതുപോലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ക്ലിനിക്കൽ സൈക്കോളജി എടുത്തവർക്കും അതുപോലെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജി എടുത്തവർക്കും അവിടെ വെച്ച് ചെയ്യാം. കാരണം ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് കേസാണെങ്കിലും ആദ്യം അതിൻ്റെ ഫസ്റ്റ് പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്, പ്രൈമറി പ്രോസസ്സ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. സെക്കൻഡറി പ്രോസസ്സാണ് ക്ലിനിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്, ക്ലിനിക്കൽ ആസ്പെക്ട്സിലുള്ള ഒരു ഡീലിംഗ്. അപ്പം ഈ രണ്ട് സെക്ഷനും ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൗൺസിലിംഗ് സൈക്കോളജി എടുത്തവർക്കും ക്ലിനിക്കൽ സൈക്കോളജി എടുത്തവർക്കും ഒരുപോലെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും പ്രശ്നമില്ല, അതേപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, ഇവിടുന്നൊക്കെ ചെയ്യാം. ഏത് ഹോസ്പിറ്റലായാലും പ്രശ്നമില്ല. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, അത് ഇൻപേഷ്യൻ്റ് ഉള്ള ഹോസ്പിറ്റലുകൾ തന്നെ അവിടെ നിന്ന് നിർബന്ധമില്ല. പക്ഷെ നിർബന്ധമുള്ള കാര്യം, അവിടെ 3 കൗൺസിലേഴ്സ് എങ്കിലും, അതായത് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള 3 പ്രൊഫഷണൽസ് അവിടെ ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് 3 പ്രൊഫഷണൽസ് ഷുഡ് ബി ദെയർ. അല്ലേ? സ്ഥിരമായിട്ട് എൻഗേജ് ചെയ്യുന്ന 3 പ്രൊഫഷണൽസ് അവിടെ ഉണ്ടായിരിക്കണം. അത് ഒരു സൈക്കാട്രിസ്റ്റും 2 കൗൺസിലേഴ്സും ആവാം, അല്ലെങ്കിൽ 2 സൈക്കാട്രിസ്റ്റും 1 കൗൺസിലറും ആവാം. അതേത് രൂപത്തിലായാലും പ്രശ്നമില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ച് നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. ഓക്കെ. ഇനി ഹോസ്പിറ്റലുകൾ കൂടാതെ പിന്നെ റിഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, കൗൺസിലിംഗ് സെൻറ്റേഴ്സ്, പ്രൈവറ്റ് കൗൺസിലിംഗ് സെൻറ്റേഴ്സ്, NGOs, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള NGOs, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പിന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ക്രൈറ്റീരിയ ആണ് പേജ് നമ്പർ 6 കൊടുത്തിട്ടുള്ളത്. അത് വായിച്ചു നോക്കിയാൽ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറ്റ്ലീസ്റ്റ് 3 years ഡ്യൂറേഷനിൽ റൺ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. ഇപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാൻ പാടില്ല. സർ 3 years ഒന്ന് ഇടപെട്ടോട്ടെ സർ. സർ, ഇത് സെക്കൻഡ് ഇയറിന്റെ അല്ലേ ഇത്? ഫസ്റ്റ് ഇയറിന്റേതല്ലല്ലോ ഇത് വരുന്നത്. സെക്കൻഡ് ഇയറിനല്ലേ ഇത് വേണ്ടിയുള്ളൂ? ഏതാണ് പറയുന്നത്? ഇപ്പൊ MA സൈക്കോളജിയുടെ ഫസ്റ്റ് ഇയറിലേക്ക് വേണ്ട പ്രാക്ടിക്കം അല്ലല്ലോ ഈ പറയുന്നത്. സെക്കൻഡ് ഇയറിന് വേണ്ട പ്രാക്ടിക്കത്തെ കുറിച്ചല്ലേ? അതിനകത്ത് ക്ലിനിക്കലാണോ അല്ലെങ്കിൽ പിന്നെ മറ്റേ കൗൺസിലിംഗ് ആണോ എന്നത് സെലക്ട് ചെയ്യുന്നത് സെക്കൻഡ് ഇയറിലാണല്ലോ. അതായത് ഇന്റേൺഷിപ്പ് ഒന്നേ ഉള്ളൂ. അതായത് MA സൈക്കോളജിയും ഒരു ഇന്റേൺഷിപ്പേ നമ്മൾ ചെയ്യേണ്ടത്, സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ഇയറിലും കൂടിയിട്ട്. അത് ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയാലാണ് ഇത് ചെയ്യേണ്ടത്. സെക്കൻഡ് ഇയർ എക്സാമിന് മുമ്പ് ഇത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ 2 ടൈം പറയുന്നുണ്ട്, ഇത് ചെയ്യാനുള്ള 2 ഡ്യൂറേഷൻ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ 2 ഡ്യൂറേഷനാണ്. അതൊക്കെ ഇന്റേൺഷിപ്പ് ഇതിൽ, അതായത് ജൂലൈ സെക്ഷനിലുള്ളവർക്ക് പിന്നെ അതിൻ്റെ ടേമെൻ്റ് വരുന്നത് ജൂലൈ സെക്ഷനിൽ May 31 സബ്മിറ്റ് ചെയ്യാം. May 31. അതേപോലെ ജാനുവരി സെക്ഷനിൽ അഡ്മിഷൻ എടുത്തവർക്ക് November 30 ആണ് ഒരു ലാസ്റ്റ് ഡേറ്റ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ജനുവരി സെക്ഷനിൽ അഡ്മിഷൻ എടുത്തു, എന്നിട്ട് ഫസ്റ്റ് ഇയർ എക്സാം എഴുതി, പിന്നെ വരുന്ന November 30 സബ്മിറ്റ് ചെയ്യാൻ പാകത്തിൽ നിങ്ങൾക്കിത് ചെയ്യാം. ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും വേറെ ഇന്റേൺഷിപ്പ് ഇല്ല, അത് പ്രാക്ടിക്കലേ ഉള്ളൂ. ഒരു ഈ കോഴ്സിന് പിന്നെ MAPC കോഴ്സിന് ഒറ്റ ഇന്റേൺഷിപ്പേ ഉള്ളൂ. ഓക്കെ, ഇത് ചോദിച്ച ആൾക്ക് കാര്യം ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ.
അപ്പോൾ സെക്കൻഡ് ഇയറിലാണ് കൂടുതൽ പേരും ഇത് ചെയ്യാറുള്ളത്. ഫസ്റ്റ് ഇയർ എക്സാം എഴുതി കഴിഞ്ഞാൽ ഉടനെ ഉള്ള ഒരു സമയത്ത് ഇതങ്ങ് ചെയ്യാം. ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയാൽ നമുക്കൊരു പിന്നെ ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിലാണ് ഇത് ചെയ്യേണ്ടത്, ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പം വേറെ തടസ്സങ്ങളൊന്നുമില്ല. അത് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഈ ഫ്ലോ ചാർട്ടിൽ സെലക്ഷൻ ഓഫ് ഏജൻസി സൂപ്പർവൈസർ എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്നാണോ ചെയ്യുന്നത് അതാണ്. ഓക്കെ, പറഞ്ഞോളൂ. കേട്ടില്ല. അത് ക്ലിയർ ആവുന്നില്ല. അപ്പം ഏജന്റ് ഓഫ് ദി ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് അവര് പുറമേ സംസാരിക്കുന്ന സിബിൽ എന്ന് പറയുന്ന ആളാ, സിബിൽ യോവന്നാൻ. നമ്മൾ എവിടെ നിന്നാണോ ചെയ്യുന്നത്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ നിന്നാണോ ചെയ്യുന്നത്, അതാണ് ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ഹെഡാണ് ഏജൻസി സൂപ്പർവൈസർ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ശരിക്കും ഓർത്തു വെക്കണം. ആ ഏജൻസി സൂപ്പർവൈസർക്ക് അവരുടെ കീഴിലാണ്, അവരുടെ ഒരു ലീഡർഷിപ്പിലാണ് നമ്മളിത് ചെയ്യുക, അല്ലേ? അത് കൂടാതെ ഇതിന് ഒരു അക്കാഡമിക് കൗൺസിലർ ഉണ്ടാവും. ആ അക്കാഡമിക് കൗൺസിലറുടെ ആണ് ആക്ച്വൽ ഗൈഡ്. ആ അക്കാഡമിക് കൗൺസിലറാണ് ഏജൻസി സൂപ്പർവൈസർ ക്വാളിഫൈഡ് ആണോ, അത് ആപ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അക്കാഡമിക് കൗൺസിലറാണ്. അപ്പോൾ ഒരു അക്കാഡമിക് കൗൺസിലറുടെ കീഴിലും അതേപോലെ തന്നെ ഏജൻസി നിരന്തരമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഏജൻസി സൂപ്പർവൈസർ ആയിരിക്കും എപ്പോഴും നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാനുണ്ടാവുക. അക്കാഡമിക് കൗൺസിലറെ ത്രൂ ഫോണിലൊക്കെ കോണ്ടാക്ട് ചെയ്യാനേ കഴിയുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എവിടെ നിന്നാണോ ചെയ്യുന്നത് അവിടുത്തെ ഹെഡാണ് ഏജൻസി സൂപ്പർവൈസർ. അവിടെ ഒരു ഹെഡ് കൂടാതെ 2 പ്രൊഫഷണൽസ് അവിടെ ഉണ്ടാവണം എന്നാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയയിൽ പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊവൈഡിങ് റെഫറൻസ് ലെറ്റർ. ഇത് ചെയ്യേണ്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു റെഫറൻസ് ലെറ്റർ വേണം. റെഫറൻസ് ലെറ്റർ ഒന്നുകിൽ സെൻറ്റർ കോർഡിനേറ്റർ, കോഴ്സ് കോർഡിനേറ്ററോ അല്ലെങ്കിൽ അക്കാഡമിക് കൗൺസിലറോ സൈൻ ചെയ്ത ഒരു റെഫറൻസ് ലെറ്റർ. റെഫറൻസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന കോഴ്സിന് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് എന്ന് പറയുന്ന ഒരു ലെറ്ററാണ്. ആ ലെറ്റർ ആയിട്ട് നിങ്ങൾ ആ ഒരു ലെറ്റർ നിങ്ങൾ കളക്ട് ചെയ്യണം. അത് ഹാൻഡ് ബുക്കിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഫോർമാറ്റ്. അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിൽ സൈൻ ചെയ്യിപ്പിച്ചാൽ മതി. അങ്ങനെ ആ റെഫറൻസ് ലെറ്ററുമായിട്ട് നിങ്ങൾ ഒരു ഏജന്റ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തണം, ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് മുമ്പ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇന്റേൺഷിപ്പ്, എന്താണ് ഇന്റേൺഷിപ്പിൻ്റെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ കേസ് സ്റ്റഡി, പിന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ഡീവിയേഷൻസ് ഇൻ സൈക്കോളജിക്കൽ ഡിസീസസ്, അതിനെക്കുറിച്ച് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നോളജ് അക്വിസിഷൻ ഫേസ് ആണത്. നോളജ് അക്വിസിഷൻ ഫേസിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ആക്ച്വൽ പ്രോസസ്സ് ചെയ്യും അതിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഈ റെഫറൻസ് ലെറ്റർ കളക്ട് ചെയ്യുക, അതുമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവുക. ഓക്കെ, പിന്നെ ഈ റെഫറൻസ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അക്കാഡമിക് കൗൺസിലർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പിന്നെ സൈറ്റിൽ പേര് ഉണ്ട്, അതിലേതെങ്കിലും ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യണം, അക്കാഡമിക് കൗൺസിലർ, ഇല്ലേ? ഇപ്പോൾ എനിക്ക് അക്കാഡമിക് കൗൺസിലർ ആവാൻ പറ്റും. ഇപ്പം എന്നെയാണ് സെലക്ട് ചെയ്തതെങ്കിൽ വിളിച്ച് പറയണം ഇന്ന സ്ഥലത്തു നിന്നാണ് ചെയ്യുന്നത്, അപ്പം അതിൽ സാറിന് അക്കാഡമിക് കൗൺസിലറെ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പം അതിൽ പിന്നെ റെഫറൻസ് ലെറ്റർ വാങ്ങി ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാണ് വേണ്ടിയത്. ഓക്കെ ഓക്കെ ദെൻ പിന്നെ സ്റ്റാർട്ട് ഇന്റേൺഷിപ്പ് ഇൻ ദി സെലക്റ്റഡ് ഏജൻസി. എന്നിട്ട് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇന്റേൺഷിപ്പ് അവിടെ വെച്ച് തുടങ്ങാം. അപ്പോൾ അക്കാഡമിക് കൗൺസിലർ നിങ്ങൾക്ക് വേണ്ടിയ നിർദ്ദേശങ്ങൾ തരും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം, ഓരോ ദിവസവും എന്ത് ചെയ്യണം. ഒരു പിന്നെ ആക്ടിവിറ്റി ഡയറി കീപ്പ് ചെയ്യണം. അതിൽ ഓരോ ദിവസവും ചെയ്ത കാര്യങ്ങൾ ആക്ടിവിറ്റി ഡയറിയിൽ രേഖപ്പെടുത്തി വെക്കണം. ഡേറ്റ് ഇട്ടിട്ട് ഇന്ന ഡേറ്റിന് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഈ കാര്യങ്ങൾ ആക്ടിവിറ്റി ഡയറിയിൽ രേഖപ്പെടുത്തി വെക്കണം. ഓക്കെ, സ്റ്റാർട്ട് ഇന്റേൺഷിപ്പാണ് അടുത്തത് നമ്മൾ ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുള്ളത്. ഇന്റേൺഷിപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ: കീപ്പ് ഇൻ ടച്ച് വിത്ത് ദി അക്കാഡമിക് കൗൺസിലർ. അക്കാഡമിക് കൗൺസിലർ അതാത് സമയത്തെ ഡെവലപ്മെന്റ്സ്, അതിൻ്റെ പ്രോഗ്രസ്
ഇമ്പ്രൂവ്മെന്റ് ഒക്കെ അക്കാഡമിക് കൗൺസിലറുമായിട്ട് ഡിസ്കസ് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യേണ്ടത്, ഓരോ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, ഇത് ഡിസ്കസ് ചെയ്യണം. ദെൻ പ്രിപ്പയർ ഫോർമാറ്റ് ബേസ്ഡ് ഓൺ ഗൈഡ് ലൈൻസ് ഗിവൺ ഇൻ ദി ഹാൻഡ് ബുക്ക്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടക്ക് പറയാം 240 hours ആണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്പെൻഡ് ചെയ്യേണ്ടത്. ആകെ ടൈം ഡ്യൂറേഷൻ ഓഫ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് 240 hours ആണ്. 240 hours എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 45 days, 30 to 45 days ആണ് വരിക. മാക്സിമം 45 days വരും. മിനിമം 30 days നമുക്ക് തീർക്കാം. കൂടുതൽ hours ഒക്കെ എടുത്തിട്ട് 30 days തീർക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയും ഡ്യൂറേഷൻ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. എവിടെ? നമ്മളിത് ചെയ്യുന്ന സ്ഥലത്ത്, ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു ഡ്യൂറേഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലേക്ക് ഞാൻ കടന്നിട്ടില്ല. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. മിനിമം പീരീഡ് 240 hours ആണ്. 8 credits ആണിത്. 8 credits എന്ന് പറഞ്ഞാൽ 240 hours 8 credits ആയിട്ടാണ് അതിൻ്റെ ഇവാലുവേഷനൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അക്കാഡമിക് കൗൺസിലറും ഏജൻസി സൂപ്പർവൈസറുമാണ് ഇതിൻ്റെ ഒരു ഗൈഡൻസ് കിട്ടുന്നത്. ഏജൻസി സൂപ്പർവൈസർ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ആളാണ്. അക്കാഡമിക് കൗൺസിലർ ഇതിൻ്റെ പിന്നെ യൂണിവേഴ്സിറ്റി നിർണ്ണയിക്കുന്ന ഒരു ഗൈഡാണ്. ഓക്കെ, ദെൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 10 cases ആണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു കോർ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 10 cases, 10 ആക്ച്വൽ കേസസ് ആണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ ഏറ്റവും കോർ ആസ്പെക്ട്സ് ആണത്. അതായത് 10 ഡീവിയേഷൻ ഉള്ള വ്യക്തികളെ നമ്മൾ പേഴ്സണലായിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അവരിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് അവരിൽ നടത്തണം. അതിൽ കൗൺസിലിംഗ് നടത്തണം, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, പ്രിലിമിനറി ഡാറ്റ കളക്ഷൻ, ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് എടുക്കൽ, അതേപോലെ തന്നെ കേസ് ഹിസ്റ്ററി കളക്ഷൻ, കേസ് ഹിസ്റ്ററി എടുക്കുക, ഫാമിലി ഹിസ്റ്ററി, അക്കാഡമിക് ഹിസ്റ്ററി, ഇങ്ങനെ ഡിഫറെൻ്റ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഡെപ്ത് സ്റ്റഡി, ഡിഗ് ഔട്ട് ദി ഹിസ്റ്ററി, ഡിഗ് ഔട്ട് ദി പാസ്റ്റിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലണം. ഒരു പേഷ്യൻറ്റിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പേഷ്യൻ്റെ പാസ്റ്റിലാണ് അതിൻ്റെ ബേസിക് സീഡ് കിടക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഉള്ള പ്രസൻറ്റ് പ്രോബ്ലത്തിൻ്റെ ബേസിക് സീഡ് എവിടെയാണ് കിടക്കുന്നത്? പാസ്റ്റിൽ എവിടെയോ ആണ്. എനി ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് എനിവേർ സംവേർ എൽസ് ഇൻ ദി പാസ്റ്റ്. അപ്പോൾ നമ്മൾ ഡിഗ് ഔട്ട് ചെയ്യണം. ഡിഗ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ കുഴിച്ചിറങ്ങി ചെല്ലണം. അപ്പോൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ അവിടെ സ്കില്ല് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സ്കില്ല്, കൗൺസിലിംഗ് ആൻഡ് ക്ലിനിക്കൽ സ്കില്ല്, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. അത് ഇന്റേൺഷിപ്പിൽ നമ്മൾ അക്വയർ ചെയ്യുന്ന നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്കില്ലാണത്. നമുക്ക് ആ സ്കില്ല് ജെന്യൂനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാകും. പക്ഷേ പിന്നെ തിയറിയിൽ നിന്ന് നമ്മൾ ആ ഉള്ള സ്കില്ലിനെ ഷാർപ്പൺ ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള പ്രയോഗവൽക്കരണമാണ് ഈ ഒരു ഇന്റേൺഷിപ്പിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ സ്കില്ലിനെ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തിയിട്ട് അതിൻ്റെ ഒരു എക്സ്പേർട്ടൈസേഷൻ, അക്വയർ എക്സ്പേർട്ടൈസ് ഇൻ ദാറ്റ് സ്കിൽ, ആ സ്കില്ല് യൂസ് ചെയ്യുന്നതിൽ എക്സ്പേർട്ടൈസ് അക്വയർ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ 10 cases കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 10 cases നമ്മൾ അറ്റൻഡ് ചെയ്താൽ അത് റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ഹാൻഡ് ബുക്കിൽ ആ ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഓവർവ്യൂ മാത്രമാണ് പറയുന്നത്. വളരെ ടൈം പിന്നെ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ വേഗം ഓടിച്ചു പോവാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പവർ പോയിന്റ് വെച്ചിട്ടുള്ളൊരു ക്ലാസ്, സൈക്കോളജിക്കൽ ഡീവിയേഷൻ ആൻഡ് കേസ് സ്റ്റഡി മെത്തേഡ്, ഇതിൽ ഞാൻ എടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ അത് എടുക്കാം. അതിൽ ഈ ഒരു പിന്നെ ഫോർമാറ്റ് കൂടി ഒന്ന് പറഞ്ഞു തരാം. ഈ കേസ് സ്റ്റഡി റിപ്പോർട്ട്, ഫോർമാറ്റ് ഓഫ് റൈറ്റിംഗ് കേസ് സ്റ്റഡി റിപ്പോർട്ട്. ഈ ഹലോ സർ. റിപ്പോർട്ട് നമ്മൾ എങ്ങനെ പറഞ്ഞോളൂ. നമ്മള് മീറ്റിംഗ് ഒരു 3 minute കഴിഞ്ഞാൽ ഒന്ന് ഓഫ് ആവും. അപ്പൊ ഒന്നുകൂടെ റീജോയിൻ ചെയ്യേണ്ടി വരും സെയിം ലിങ്കിൽ തന്നെ. 40 minutesനാണ് നമ്മൾ മീറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ അപ്പൊ ഒന്നുകൂടെ ഓക്കെ. സെയിം അപ്പോൾ ലിങ്കിൽ ഇനി ഒരു ഫോട്ടോ. ഒരു 3 minutes കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓഫ് ആവും. അപ്പൊ ഒന്നുകൂടെ റീജോയിൻ ചെയ്യേണ്ടി വരും. അതൊന്ന് ഓക്കെ ഓക്കെ മൈൻഡ് ചെയ്താണ്. ഓക്കെ. ആയിക്കോട്ടെ പറഞ്ഞത് നന്നായി. ഓക്കെ.
ഓക്കെ. അപ്പം നമ്മൾ ഇവിടം വരെയാണ് എത്തിയത്. പ്രിപ്പറേഷൻ ഓഫ് പിന്നെ ഇന്റേൺഷിപ്പ് റിപ്പോർട്ട്. ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ 10 കേസസ് ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. 10 കേസസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ കേസ് ഒരു റിപ്പോർട്ട് രൂപത്തിൽ ഇഗ്നോ പറയുന്ന ഫോമാറ്റ് തന്നെ എഴുതണം. ആ ഫോർമാറ്റിൻ്റെ മോഡൽ ഹാൻഡ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. അത് മോഡൽ ഉള്ളത് കൊണ്ട് മാത്രം നമുക്കത് മനസ്സിലാവില്ല. അതിൻ്റെ ഒരു ആക്ച്വൽ മോഡൽ വെച്ച് തന്നെ അതൊന്ന് മനസ്സിലാക്കണം. അതൊരു നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞാൻ അതൊന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായിട്ട് മനസ്സിലാവും. പിന്നെ എൻഷുർ മാർക്ക് ലിസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് പ്രോസസ്സുകളാണ്. പിന്നെ ഇതിൻ്റെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ അപ്പൻഡിക്സ് പേജസുകൾ, ഇതൊക്കെ ഫില്ലപ്പ് ചെയ്യണം ഇതിൽ. ഓക്കെ. കണ്ടിന്യൂ സർ. ഓക്കെ കട്ടായിട്ടില്ല. ഓക്കെ. അപ്പം ഈ പിന്നെ ഏജൻസി സൂപ്പർവൈസർ സൈൻ ചെയ്ത് ഫില്ലപ്പ് ചെയ്ത് സൈൻ ചെയ്യേണ്ട കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. അപ്പൻഡിക്സിൽ വെക്കേണ്ട നമ്മുടെ ഇതിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടാവുക ആദ്യം അപ്പൻഡിക്സ് പേജ് ഉണ്ടാകും. അതായത് ഇതിൽ റെക്കോർഡ് ഓഫ് വിസിറ്റ്, സർട്ടിഫിക്കറ്റ്, ദെൻ പിന്നെ അക്നോളജ്മെൻറ്റ്, ദെൻ കൺസെൻറ്റ് ലെറ്റർ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കൺസെൻറ്റ് ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ അവിടുന്ന് ചെയ്യാം എന്ന് കൺസെൻറ്റ് സമ്മതം പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്ററാണ്. അത് ഏജൻസി സൂപ്പർവൈസറാണ് കൺസെൻറ്റ് ലെറ്ററിൽ സൈൻ ചെയ്യേണ്ടത്. അക്നോളജ്മെൻറ്റ് നിങ്ങൾ തന്നെ സൈൻ ചെയ്തിട്ട് ഈ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു അക്നോളജ്മെൻ്റാണ്. അത് കാൻഡിഡേറ്റ് തന്നെയാണ് സൈൻ ചെയ്യേണ്ടത്. പിന്നെ റെഫറൻസ് ലെറ്റർ ആദ്യം നമ്മൾ അവിടെ കൊടുക്കുന്നതാണ്. അതിൻ്റെ ഒരു ഫോർമാറ്റും റെക്കോർഡിൽ വെക്കണം. ഓക്കെ. പിന്നെ റെക്കോർഡ് ഓഫ് വിസിറ്റ് എന്ന് പറയുന്നത് 240 അവേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. ആ 240 അവേഴ്സ് സ്പെൻഡ് ചെയ്തതായിട്ട് കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് റെക്കോർഡ് ഓഫ് വിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അത് 240 അവേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്തതായിട്ട് അതിൽ കാണണം. അതിൽ ഏജൻസി സൂപ്പർവൈസറും അക്കാഡമിക് കൗൺസിലറും സൈൻ ചെയ്യണം. ഏജൻസി സൂപ്പർവൈസർ സൈൻ ചെയ്തത് ജെന്യൂൻ ആണെന്ന് കണ്ടെങ്കിൽ മാത്രമേ അക്കാഡമിക് കൗൺസിലർ അതിൽ സൈൻ ചെയ്യുള്ളൂ. ഓക്കെ. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങൾ അവിടെ വെച്ചിട്ട് ഇത് ചെയ്തു എന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഇത്. അതിൽ കാൻഡിഡേറ്റും ഏജൻസി സൂപ്പർവൈസറും അക്കാഡമിക് കൗൺസിലറും സൈൻ ചെയ്യണം. ഓക്കെ. ഇത്രയും പേപ്പേഴ്സുകളാണ് അപ്പൻഡിക്സ് ഫസ്റ്റ് പാർട്ടിൽ വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻഡെക്സ് പേജ് വേണം. പിന്നെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വേണം, ഇന്റേൺഷിപ്പിനെ കുറിച്ചുള്ള ചെറിയ. ഹലോ ഹലോ. ഓക്കെ. ഒരു ഇൻട്രൊഡക്ഷൻ, ഓവറോൾ എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് എഴുതണം. ദെൻ പിന്നെ വേണ്ടിയത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊഫൈൽ. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണോ ചെയ്തത് ആ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഒരു ബ്രീഫ്, ഒരു പോർട്ട്ഫോളിയോ, ഒരു ബ്രീഫ് ഡീറ്റെയിൽസ് വേണം. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അവിടെ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത്, അതിൻ്റെ വെബ്സൈറ്റ് ID, അതിൻ്റെ അവിടെ എത്ര സ്റ്റാഫുണ്ട്, എത്ര കൗൺസിലേഴ്സ് ഉണ്ട്, എത്ര വർഷമായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ജെന്യൂയിനായിട്ട്